മത്സര പരീക്ഷകൾക്ക് ആവശ്യമായ ക്വസ്റ്റ്യൻസുകൾ, അതുപോലെ തന്നെ മോട്ടിവേഷൻ ക്ലാസ്സുകൾ, അതുപോലെ സിവിൽ സർവീസിൻ്റെ ഫൗണ്ടേഷൻ ക്ലാസ്സുകൾ, LLB എൻട്രൻസ് കോച്ചിങ് ക്ലാസ്സുകൾ, ഇതൊക്കെ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇന്നു മുതൽ നമ്മൾ ചെയ്യുന്ന വീഡിയോകൾ ഫേസ്ബുക്കിലും കൂടി അപ്ലോഡ് ചെയ്യുന്നുണ്ട്. യൂട്യൂബിനോടൊപ്പം തന്നെ ഫേസ്ബുക്കിൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അവിടെ വീഡിയോ കാണുന്നവരെ വീഡിയോ കാണുക കേട്ടോ. ഞാൻ ഇന്നലെ വരെ യൂട്യൂബിൽ മാത്രമാണ് വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീട് നമ്മുടെ കുറച്ച് ഫ്രണ്ട്സിൻ്റെ നിർദ്ദേശപ്രകാരം നമ്മൾ ഫേസ്ബുക്കിൽ കൂടി വീഡിയോ എന്ത് ചെയ്യണം, അപ്ലോഡ് ചെയ്യുകയാണ് കേട്ടോ. അപ്പം ഞാൻ ഈ പറയുന്ന വീഡിയോകളിൽ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുകയാണ്. നിങ്ങൾക്കൊക്കെ മത്സര പരീക്ഷ എഴുതുന്ന ആളുകൾക്കൊക്കെ ഈ ക്വസ്റ്റ്യൻസ് കൂടുതൽ ഉപകാരപ്പെടുന്നതാണ്. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. മലയാളത്തിലെ ആദ്യത്തെ നിശബ്ദ ചലച്ചിത്രം ഏതാണെന്ന് അറിയാമോ? വിഗതകുമാരനാണ്. ഏതാണ്? വിഗതകുമാരനാണ്. മലയാളത്തിലെ ആദ്യത്തെ നിശബ്ദ ചലച്ചിത്രം വിഗതകുമാരനാണ്. അതുപോലെ തന്നെ മലയാളത്തിലെ ആദ്യത്തെ ചലച്ചിത്രം ഏതാണ്? വിഗതകുമാരനാണ്. വിഗതകുമാരൻ. മലയാളത്തിലെ ആദ്യത്തെ ശബ്ദ ചലച്ചിത്രം ഏതാണ്? ബാലൻ. മലയാളത്തിലെ ആദ്യത്തെ ശബ്ദ ചലച്ചിത്രം ആൻസർ ബാലൻ. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ മലയാളത്തിലെ ആദ്യത്തെ 3D സിനിമ ഏതാണെന്നറിയാമോ? മൈ ഡിയർ കുട്ടിച്ചാത്തൻ. മൈ ഡിയർ കുട്ടിച്ചാത്തൻ. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ മലയാളത്തിലെ ആദ്യത്തെ കളർ സിനിമ ഏതാണ്? കണ്ടം വെച്ച കോട്ട്. മലയാളത്തിലെ ആദ്യത്തെ കളർ സിനിമ ഏതാണ്? കണ്ടം വെച്ച കോട്ടാണ്. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ അതുപോലെ തന്നെ മലയാളത്തിലെ ആദ്യത്തെ സൂപ്പർ സ്റ്റാർ ആരാണെന്ന് അറിയാം? മലയാളത്തിലെ ആദ്യത്തെ സൂപ്പർ സ്റ്റാർ എന്ന് പറയുമ്പോൾ തിക്കുറിശ്ശി സുകുമാരൻ നായരാണ്. ആരാണ്? തിക്കുറിശ്ശി സുകുമാരൻ നായരാണ്. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ അതുപോലെ തന്നെ മലയാളത്തിലെ ആദ്യമായിട്ട് 100 കോടി കളക്ഷൻ നേടിയ സിനിമ ഏതാണ്? പുലി മുരുകനാണ്. ഏതാണ്? പുലി മുരുകനാണ്. അതുപോലെ മലയാളത്തിൽ ആദ്യമായിട്ട് 200 കോടി കളക്ഷൻ നേടിയ സിനിമ ഏതാണ്? മഞ്ഞുമ്മൽ ബോയ്സ് ആണ്. ഏതാണ്? മഞ്ഞുമ്മൽ ബോയ്സ് ആണ്. അതുപോലെ തന്നെ മലയാളത്തിലെ ആദ്യത്തെ ഫിലിം സ്റ്റുഡിയോ ഏതാണ്? ഉദയ സ്റ്റുഡിയോ. അതെവിടെയാണ്? ആലപ്പുഴയിലാണ്. അതുപോലെ തന്നെ കേരളത്തിൽ സർക്കാർ ഉടമസ്ഥതയിലുള്ള ഫിലിം സ്റ്റുഡിയോ ഏതാണ്? ചിത്രാഞ്ജലി സ്റ്റുഡിയോ. അതെവിടെയാണ്? തിരുവനന്തപുരത്താണ്. എവിടെയാണ്? തിരുവനന്തപുരത്താണ്.